മോനും ഉണ്ട്. മോനാണ് മൈക്ക് പിടിച്ച് വിളിക്കുന്നത്. എന്താണ് മകന്റെ പേരെന്താണ്? വിനോദ് കുമാർ. ഓക്കെ. അപ്പോ വിനോദ് എപ്പോഴാണ് അറിഞ്ഞത്? ആരാ, അമ്മയാണോ അച്ഛനാണോ വിളിച്ചു പറഞ്ഞേ? ഞാൻ ഉറങ്ങി കിടക്കുമായിരുന്നു. അമ്മയെ വന്ന് വിളിച്ചത് അച്ഛനെ അടിച്ചടാന്ന് പറഞ്ഞു. എടാ എണീക്കടാ മോനെ അടിച്ചടാ എന്നാണോ പറഞ്ഞത്? അതോ വിളിച്ച് എഴുന്നേക്ക് മോന് ലോട്ടറി അടിച്ചു എന്താ പറഞ്ഞത്? അടിച്ച് മോനെ അടിച്ച് അച്ഛനെ അടിച്ചതെന്ന് പറഞ്ഞു. ചാടി ചെയ്തില്ല. ആരാണോ അച്ഛനെ അടിച്ചെന്ന് ചോദിച്ചു. അമ്മയോട് പറഞ്ഞു ഇല്ല അങ്ങനെ. അമ്മയ്ക്ക് അടിച്ച പിന്നെ ഞാൻ മൊബൈലിൽ നോക്കി. ഒന്ന് പോന്നാണ് ആദ്യം പറഞ്ഞല്ലേ? അമ്മ പറഞ്ഞപ്പോ ആദ്യം പറഞ്ഞത് ഒന്ന് പോ, ചുമ്മാ പറയല്ലേന്ന് പറഞ്ഞു. ഓക്കെ. എന്തായാലും അത് സന്തോഷമുള്ളൊരു കാര്യമാണ് പൊന്നൻ ചേട്ടാ. ഈ 12 കോടിയിൽ എത്ര കിട്ടും എന്നൊക്കെയുള്ള കണക്ക് കൂട്ടലൊക്കെ ഇന്നലെ രാത്രി കിട്ടിയോ? ആൾക്കാരൊക്കെ ഒരുപാട് പേര് വന്നിട്ടുണ്ടാവുമല്ലോ. നമ്മളൊന്നും കൂട്ടിയതൊന്നുമില്ല. ഇവിടെ ഓരോരുത്തരിങ്ങനെ പറഞ്ഞ് ഇത്ര കിട്ടും അത് കണക്കൊക്കെ സൂക്ഷിച്ച് നോക്കി ജീവിച്ചോണം എന്നൊക്കെ മാത്രമേ ഇങ്ങനെ ഓരോരുത്തർ പറഞ്ഞുകൊണ്ട്. ഈ വിനോദ് മാത്രമേ ഉള്ളൂ മകൻ? എത്രയുണ്ടെന്നൊന്നും നമുക്കറിയത്തില്ലല്ലേ. അതെ. ഓക്കെ. ഇനിയിപ്പം ഇന്നലെ രാത്രിയിൽ എന്തായാലും ഒരു പ്ലാൻ ഇട്ടിട്ടുണ്ടോ? ഇത് കൊണ്ട് എന്ത് ചെയ്യാൻ പോകുന്നു, അങ്ങനെ എന്തെങ്കിലും? ഒരു പ്ലാനുമില്ല. ഇതൊരു 10-11 മണിയായി ഞാൻ ബാങ്കിൽ നിന്ന് ഇവിടെ തിരിച്ചു വന്നപ്പം. അന്നേരം എൻ്റെ ഒരു മരുമോനുണ്ട്. അയാൾ ഇവിടെ വന്നില്ല. അയാൾ ഗൾഫിലായിരുന്നു. അയാൾ ഇവിടെ വന്നായിരുന്നു. അപ്പം അയാൾ ഇത്തിരി നേരം കഴിഞ്ഞിട്ട് അയാൾ അങ്ങ് പോയി. പിന്നെ ഞങ്ങൾ സുഖമായിട്ട് എന്നും കിടക്കുന്ന കണക്ക് നമ്മൾ കിടന്നങ്ങ് ഉറങ്ങി. വേറെ നമുക്ക് ഒരു ഇതുമില്ല. അങ്ങനെ അടിച്ചെന്നുള്ളൊരു ഫീലിംഗ് ഒന്നും നമുക്ക് ഇതുവരെ തോന്നിയിട്ടില്ല. എന്തായാലും ചേട്ടന്റെ മനസ്സിലൊരു ഒന്നും തോന്നുന്നു അല്ലേ? ഇത്രയും കോടി, അപ്പോൾ ഒരു 12 കോടി കിട്ടിയാൽ ഏകദേശം ഒരു 8-9 കോടിക്ക് അടുത്ത് കിട്ടുമായിരിക്കും അല്ലേ? അപ്പോൾ ഇത് പൈസ ഇങ്ങനെ കൈ കിട്ടുമ്പോഴേ ചേട്ടന്റെ മനസ്സിലൊരു 9 കിട്ടത്തില്ല. ഇല്ല, 9 കിട്ടത്തില്ല. 9 കിട്ടത്തില്ല. ഇത് 7 ചില്ലറ കിട്ടുമെന്നാണ് ഇങ്ങനെ ഞാൻ അറിഞ്ഞത്. 7 കോടി 20 ലക്ഷം.